ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും വീട്ടിലോ ഹോസ്റ്റൽ റൂമിലോ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടാവും. വെള്ളം തിളപ്പിക്കാൻ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഈ കെറ്റിൽ വെറും ഒരു വാട്ടർ ഹീറ്റർ മാത്രമല്ല, ഒരു കുട്ടി അടുക്കള തന്നെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 5 കിടിലൻ യൂസുകളും അതിൻ്റെ റെസിപ്പികളുമാണ് കേട്ടോ. ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കെറ്റിൽ നമ്മൾ കണ്ടു. ഇതാണ് കെറ്റിലിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ചൂടാക്കുന്ന പ്രതലം. ചില അവസരങ്ങളിൽ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കെറ്റിൽ ഉപയോഗിച്ച് ആ ഒരു ദിവസത്തെ ഭക്ഷണം മുഴുവനും പാകം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സാധാരണ ഞാനൊക്കെ ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്കിന്ന് ആദ്യം കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കെറ്റിലൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ടാവും. ഇനി നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഇതുപോലെയുള്ള ഇലക്ട്രിക് കെറ്റിലുകളിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ സ്വയം ഓഫാകുന്ന ഓട്ടോ കട്ട് ഓഫ് സ്വിച്ചാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് നമ്മളവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളമോ മറ്റെന്തെങ്കിലും സാധനമാണെങ്കിൽ തിളച്ച് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഓഫായതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ വെള്ളം നന്നായി തന്നെ തിളച്ച് മറിയുന്നുണ്ട്. ഇനി നമുക്ക് പ്ലഗിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതുപോലെയുള്ള ഇലക്ട്രിക് കെറ്റിലുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലും പദാർത്ഥങ്ങൾ, ഭക്ഷണപദാർത്ഥമോ വെള്ളമോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ചൂടാക്കുന്ന അല്ലെങ്കിൽ തിളപ്പിക്കുന്ന സമയത്ത് കെറ്റിലിൻ്റെ വശങ്ങളിലൊന്നും പിടിക്കരുത്. ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ ഒരു കെറ്റിലിൻ്റെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്ലഗ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ആ ഒരു ഹീറ്റിംഗ് കോയിലിൽ നിന്ന് നമുക്ക് ഈ ഒരു കെറ്റിൽ മാത്രമായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം, ചൂടുവെള്ളം കുടിക്കാനുള്ളത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി നമുക്ക് ഈ ചൂടുവെള്ളം ഉപയോഗിച്ച് രാവിലത്തെ ഗ്രീൻ ടീയും കൂടെ റെഡിയാക്കാം. ഇപ്പം നമുക്ക് ഈ ചൂടുവെള്ളം കൊണ്ട് 2 ഉപയോഗങ്ങളാണ്. ഒന്ന്, നമുക്ക് ചൂടുവെള്ളം കുടിക്കാനായിട്ട് എടുക്കാം. ഗ്രീൻ ടീ കുടിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഈ ചൂടുവെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി കോഫി ഉണ്ടാക്കി കുടിക്കാവേ. ഇനി നമുക്ക് അടുത്തൊരു യൂസ് നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. തിരക്കുള്ളപ്പോൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കാതെയും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ആദ്യം കെറ്റിലേക്ക് 1 കപ്പ് പാലും 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് കുറച്ച് ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര കെറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കെറ്റിൽ ഇപ്പോൾ ഓൺ ചെയ്ത് തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കെറ്റിൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പാല് കെറ്റിലിൻ്റെ അടിയിലൊന്നും പിടിച്ച് കെറ്റിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിള വരുന്ന സമയത്ത് ഈ നമ്മുടെ കെറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഈ സമയം നമുക്ക് ഈ കെറ്റിലിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് നേരം മാത്രം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കിട്ടും. നമ്മുടെ ഓട്സ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ചൂടോടുകൂടിയാണ് മാറ്റുന്നത്. അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും ഓട്സ് നല്ല തിക്കായിട്ടുണ്ടാകും. പാലും ഒക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി നല്ല തിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിൽ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, പാലൊഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് കെറ്റിലിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയെന്നുള്ളത്. ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല, നല്ല വൃത്തിയായി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. കെറ്റിലിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ അടിക്കൊന്നും പിടിക്കാതെ കിട്ടും കേട്ടോ. ഇനി കെറ്റിൽ കൊണ്ടുള്ള അടുത്തൊരു യൂസാണ് മുട്ട പുഴുങ്ങിയെടുക്കുക എന്നുള്ളത്. പലരും കെറ്റിൽ മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നൊക്കെ പേടിക്കാറുണ്ട്. എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ആദ്യം കഴുകിയ മുട്ടകൾ കെറ്റിലേക്ക് പതുക്കെ വയ്ക്കുക. മുട്ട പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന രീതിയിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കെറ്റിൽ ഓൺ ചെയ്യുക. കെറ്റിലെ വെള്ളം തിളച്ച് ഓട്ടോമാറ്റിക്കായി ഓഫാകും. അതിനുശേഷം കെറ്റിൽ തുറക്കാതെ ഒരു 8-10 മിനിറ്റ് വരെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലേക്കൊക്കെ മാറ്റിയെടുത്ത് തോട് കളഞ്ഞെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കെറ്റിലിൻ്റെ ഉള്ളിൽ ഹാർഡായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ഇതുപോലെ സ്പൂണ് അല്ലെങ്കിൽ കത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ഇളക്കുകയോ ഒന്നും ചെയ്യരുത്. നമുക്ക് തടിയുടെ തവി ഉപയോഗിച്ചിട്ടായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ തോടൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമ്മൾ അടർത്തിയെടുക്കുന്നത്. മുട്ടയൊന്ന് ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് കാണിക്കാം.
ഇതാ കണ്ടോ, മുട്ട നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ട ഇതുപോലെ തന്നെ തോട് കളഞ്ഞെടുക്കാം. ഇപ്പോൾ 2 രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ മുട്ട ഇതുപോലെ തോട് കളഞ്ഞെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയി തന്നെ നമുക്ക് തോടൊക്കെ കളയാൻ പറ്റും, ഒട്ടും തന്നെ പൊട്ടിയും പോയിട്ടില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്നവരെയും ബാച്ചിലേഴ്സിൻ്റെയും ഒക്കെ എക്കാലത്തെയും പ്രിയപ്പെട്ട വിഭവമായ മാഗിയാണ്. അതിനായിട്ട് ഞാൻ കെറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാഗി മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാഗി നൂഡിൽസ് ചെറുതായി ഒടിച്ച് കെറ്റിലേക്ക് ഇടാം. ആവശ്യമെങ്കിൽ ചെറുതായി അരിഞ്ഞ തക്കാളിയോ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ്. കെറ്റിലിൻ്റെ അടപ്പടച്ച് 2-3 മിനിറ്റ് നേരം വേവിക്കുക. കെറ്റിൽ ഓഫ് ആയാൽ വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിൽ മസാല ചേർക്കുന്നില്ല, മസാല പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ കെറ്റിൽ അടച്ചൊന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കെറ്റിൽ തനിയെ ഓഫാകും, അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് തുറന്ന് നോക്കുന്നുണ്ട്. കെറ്റിലെ നമ്മുടെ മാഗിയൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടി വേകണമെന്നുള്ളവർക്ക് കെറ്റിൽ ഒന്നുകൂടി അടച്ചു വെച്ചാൽ മതി. ഈ ചൂടിൽ നിന്ന് നല്ലപോലെ ബാക്കി കൂടി വെന്തോളും. കെറ്റിൽ ഓൺ ചെയ്യണമെന്നില്ല. ഇതാ ഇപ്പോൾ തന്നെ നോക്കൂ, നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യവും തോന്നുന്നില്ല. ഇനി നമുക്ക് ഈ വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ഊറ്റിക്കളയാം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാഗി മസാല ഇതിൽ ചേർത്ത് കൊടുക്കാതിരുന്നത്. വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാഗി മസാല നേരത്തെ ഇടുകയാണെങ്കിൽ ആ മാഗിയുടെ മസാല കൂടി ഈ വെള്ളത്തിലൂടെ പോകും. അതുകൊണ്ട് ആദ്യം മസാല ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇതാ മാഗി മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാഗി മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ 3-4 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാഗി റെഡിയാക്കി എടുത്തത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ട് ഉള്ളൊരു ആഹാര സാധനമല്ല മാഗി. എങ്കിൽ പോലും വീട്ടിൽ ഗ്യാസ് ഇല്ലാത്ത അവസരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇതുപോലെ നമുക്ക് മാഗിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ കെറ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മാഗി കഴിക്കാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കാം. കെറ്റിലിൽ ചോറ് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുള്ളവർക്കുള്ള ഉത്തരമാണ് ഈ ബസ്മതി റൈസ് കിച്ചടി. നമുക്ക് ആദ്യം കെറ്റിൽ കഴുകി വൃത്തിയാക്കി നന്നായി തുടച്ചോ അല്ലെങ്കിൽ ഉണക്കിയെടുത്തോ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കെറ്റിൽ നമ്മൾ ഓണാക്കരുതേ. അതിനുശേഷം കുറച്ച് ജീരകം കൂടി ഇടുക. ജീരകം ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി മാത്രം കെറ്റിലൊന്ന് ഓണാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കെറ്റിൽ ചൂടായി വരുന്ന സമയത്ത് തന്നെ കെറ്റിൽ ഓഫ് ചെയ്യുക. അതിനുശേഷം കിച്ചടി ഉണ്ടാക്കാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഈ ചൂടിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കെറ്റിലിന് നല്ല ചൂടുണ്ട്. നമ്മൾ ഓണാക്കിയതിന് ശേഷം ഓഫാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് കെറ്റിലൊന്ന് മൂടി വയ്ക്കാം. ഇനി ഓപ്പൺ ചെയ്ത് കെറ്റിൽ വീണ്ടും ഓണാക്കുക. ഓണാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേഗം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കെറ്റിൽ ഓണാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുകയുള്ളൂ. അത് നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം വീണ്ടും കെറ്റിലൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയൊക്കെ ഒന്നുകൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുറച്ച് മാത്രം കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കെറ്റിലിന് ചൂടുണ്ടെങ്കിൽ ഈ ഒരു ചൂട്ടിൽ കിടന്ന് ഇത് വെന്തോളും, അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചമണം മാറിക്കോളും. ഇനി ചൂടില്ല എങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് കെറ്റിലൊന്ന് ഓണാക്കി കൊടുക്കണം. കെറ്റിൽ ഓണാക്കി 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും വേഗം തന്നെ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളും എല്ലാം കരിഞ്ഞു പോകും. നല്ല ചൂടായിട്ടുണ്ട് കെറ്റിൽ. ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടത്ത് കിടന്ന് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് ഏകദേശം 1/2 മണിക്കൂറെങ്കിലും കുതിർത്തതായിരിക്കണം. അതിനുശേഷം വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതിയോ അല്ലെങ്കിൽ 1/4 ഭാഗമോ എടുത്ത് മുറിച്ച് ഇതിലേക്ക് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിക്കുന്നത് ബസ്മതി റൈസോ അല്ലെങ്കിൽ ഇതൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ നമ്മുടെ ഈ ഒരു കെറ്റിലിൻ്റെ അടിഭാഗത്ത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
നാരങ്ങാനീരോട് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കെറ്റിൽ അടച്ച് വെച്ച് തീ ഓൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു തവണ നമ്മൾ ഓണാക്കി കെറ്റിൽ തന്നെ ഓട്ടോ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അരി വെന്തിട്ടില്ല, പകുതി ഭാഗം മാത്രമേ അരി വെന്തിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി അടച്ച് വെച്ച് തീ ഓണാക്കാം. ഇങ്ങനെ ഒരു 2 3 തവണ ചെയ്യേണ്ടി വരും. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള പാകത്തിൽ റൈസ് റെഡിയായി കിട്ടുന്നത്. ഇപ്പോൾ 3-ാം തവണ ഞാൻ കെറ്റിൽ അടച്ച് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം റൈസൊക്കെ കറക്റ്റായി പാകമായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി തന്നെ വറ്റിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് എടുത്ത് നോക്കാം. നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 80% റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അതല്ല കുറച്ചുകൂടി വേണം എന്നുള്ളവർ ഈ ചൂടിൽ ഇതൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായി തന്നെ വെന്ത് കിട്ടിക്കോളും. കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് ഇവിടെ ഇത്രയും വെന്താൽ പോരാ. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഇനി വെന്ത് കിട്ടിക്കോളും. ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് കൂടി അടച്ച് വെച്ച് കഴിഞ്ഞ് ഇതാ നമ്മൾ റൈസ് ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് നമ്മൾ ഈ കെറ്റിൽ കൊണ്ട് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ ഇപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് കിച്ചടി വെന്ത് വന്നിട്ടുള്ളതെന്ന്. ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ ഹെൽത്തി ആയി കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇനിയുമുണ്ട് കെറ്റിൽ കൊണ്ടുള്ള ഒരുപാട് യൂസസ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കൊരു സൂപ്പ് കുടിക്കണമെന്ന് തോന്നിയാൽ സൂപ്പിൻ്റെ പൗഡർ ഒരു കപ്പിലിട്ട് കെറ്റിലിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നമുക്ക് സൂപ്പ് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ കാപ്പി, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഹോട്ട് ചോക്ലേറ്റ് എന്നിവയെല്ലാം വളരെ എളുപ്പത്തിൽ ഈ ഒരു കെറ്റിലിലെ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് കെറ്റിൽ എങ്ങനെയാണ് വാഷ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സ്ക്രബ്ബറോ അതുപോലെയുള്ള ഹാർഡ് ഐറ്റംസോ ഇട്ട് ഒന്നും വാഷ് ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിൽ പോറലോ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ കെറ്റിൽ പ്രവർത്തിക്കാതെ ആവും. അതുകൊണ്ട് കെറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നാരങ്ങ നീരോ വിനാഗിരിയോ ഒഴിച്ച് നന്നായി തന്നെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം നന്നായി തന്നെ തിളയ്ക്കുമ്പോഴേക്കും ഇതിലുള്ള അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വെറുതെ വാഷ് ചെയ്തെടുത്താൽ മതി. ഇനി കെറ്റിലിൻ്റെ പുറം ഭാഗം മാത്രം വേണമെങ്കിൽ സോഫ്റ്റ് സ്പോഞ്ച് ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കെറ്റിലൊക്കെ നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഉണങ്ങിയ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഇത് തുടച്ചെടുത്ത് വയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഈ കോയിൽ ഭാഗമൊന്നും വെള്ളം തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ തട്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ ഭാഗത്തും വെള്ളമൊന്നും വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ കുറച്ച് വെള്ളമെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ തുടച്ച് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള 5 വിഭവങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 5 യൂസസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.